അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. ഈശ്വരാ, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. എത്ര നേരമായി എന്നറിയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇത് പരിപാടി കഴിയും. നിങ്ങൾ വിളിക്കേണ്ട സമയം ഇപ്പോഴാണായത്, പറഞ്ഞോളൂ. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? അതിന് ആവശ്യമുള്ള ഒരു കാര്യമല്ലല്ലോ ഇപ്പൊ അവിടെ കിടന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റഷ്യ അത് നമ്മൾ തീരുമാനിക്കും. നിങ്ങളിപ്പോ പറഞ്ഞ സമയം കളയാതെ കാര്യത്തിലേക്ക് വരും. ഇനി സമയം കളയരുത്. അയ്യോ, പുതുതായിട്ട് ചവിട്ടുകൊള്ളാൻ വന്ന ആളാ, അല്ല മാനേജറാൻ വന്ന ആളാ, രണ്ടും ഒന്ന് തന്നെയാണ്. ശരി, അപ്പൊ ഞാൻ തെറ്റ് ചെയ്തോ? നിങ്ങൾ തെറ്റ് ചെയ്തു. ഇവിടെ നടന്ന കാര്യം ആവശ്യമില്ല എന്ന് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അതുകൊണ്ടാണല്ലോ മറുപടി പറയുന്നത്. പറയൂ. ആ പിന്നെ ലൈവിലിരിക്കുന്നവരോടൊക്കെ പറയട്ടെ, ഫഹദ് സിനാന അത് ഞാനാണ്. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. ഓക്കെ, അതിന് നിങ്ങളോടല്ല മാഷെ, ഞാൻ ലൈവിലുള്ളവരോടെ പറഞ്ഞു. ഇതിവിടെ എല്ലാവരും ലൈവിൽ തന്നെ. നിങ്ങൾ കാര്യത്തിലേക്ക് വരൂ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ മദ്രസയ്ക്ക് പോയിട്ടില്ല. തുടക്കത്തിൽ തന്നെ അത് പറയണല്ലോ. അതാ നിന്റെ വിഷമം അല്ല പിന്നെ? എന്റെ കുടുംബം ഇസ്ലാമിക് ഫാമിലി ആണെങ്കിൽ പോലും അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോട് വലിയ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. മതത്തിൽ ഞാൻ അത്ര എക്സ്പെർട്ട് ആയിരുന്നില്ല അണ്ടിൽ മൈ 16th ഏജ്, എന്റെ 16ാമത്തെ വയസ്സ് വരെ. 16ാമത്തെ വയസ്സിലാണ് യാദൃശികമായിട്ട് ഒരാളെ കണ്ടുമുട്ടുന്നതും. അപ്പൊ അത് ആദ്യം തന്നെ പറയണല്ലോ, കാരണം മദ്രസ പൊട്ടൻ എന്ന് പറയണ ലൈവില് വിളിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ മദ്രസയിൽ പോയിട്ടില്ല. നിനക്ക് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട്. ആരിഫ് ഹുസൈൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുകയാണെങ്കിൽ ഈ പരിപാടി നിർത്തുന്നു പറഞ്ഞിരുന്നു. അല്ല, ഒരു തെളിവ് വെച്ചു കൊടുക്കാം. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ല. അല്ലല്ല, ആരിഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് സമ്മതിക്കാൻ പറയോ? അത് എപ്പോഴും പറയാറുള്ളതേ. ഞാൻ പറഞ്ഞതിൽ തെളിവ് അല്ല, നോണ ഒരെണ്ണം കാണിച്ചാൽ നമ്മൾ നിർത്തും. യെസ്, ഇനി പറയും. ഒന്നല്ല, ഒരു 100 ഞാൻ കാണിച്ചു. ഒരെണ്ണം പറയും തൽക്കാലം. നിർത്തണം. നിർത്തും തൽക്കാലം ഒരെണ്ണം പറയും. ഇപ്പോഴല്ല, ഞാൻ ലൈവിൽ വരുമ്പോ തന്നെ ഞാൻ റീല് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെൽ പ്രിപ്പയർഡ് അല്ല. ഈ സാധനം കൂട്ടിക്കെട്ടിട്ട് സമയം കഴിയും. ഞാൻ വെൽ പ്രിപ്പയർഡ് അല്ല. ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് അതിൽ ഞാൻ ഇടും. അതിന്റെ ടൈറ്റിൽ തന്നെ ആരിഫിന്റെ 100 നുണകൾ എന്നായിരിക്കും. നീ അധികം അഭ്യാസം എടുക്കല്ലേ. നിനക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ അത് പറ. ഇവിടെ ഉണ്ണാക്കൻസ് 100 വീഡിയോ ചെയ്തു, ഒരെണ്ണം പോലും പൊളിച്ചിട്ടില്ല. നിങ്ങളെ കൊണ്ടാണോ നിങ്ങൾ ചെയ്യും? ആരാണ് ഉണ്ണാക്കൻസോ? ഉണ്ണാക്കൻസ് കണ്ടു കാണുമെന്തോ ശിവനെ. നോണ പറഞ്ഞ തെളിയിക്കോ? സംസാരിക്കട്ടെ മാഷെ, നോണ പറഞ്ഞത് ഞാൻ തെളിയിക്കാന്ന് പറഞ്ഞില്ലേ? അത് ഇപ്പോഴല്ല, പിന്നെ എപ്പോഴാ? അതിന് ഒരുപാട് റെഫറൻസ് കാര്യങ്ങളെല്ലാം അത് ചെയ്താ പോരെ. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ എന്താണ് ട്രെയിലർ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. അത് കഴിയുമ്പോൾ വന്നാ പോരെ. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും കലക്കൊന്ന് പറഞ്ഞതാ. ആരിഫ് എന്റെ പറഞ്ഞൊരു കാര്യം, ഒരു ഉണ്ണാക്കനെ സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ ആരിഫ് സെർച്ച് ചെയ്യേണ്ട ഒരു പേര് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, അത് കേൾക്കാനുള്ള സാവകാശം കാണി. ബ്ലോഗിംഗ് തിയോളജി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അമേരിക്കൻ ചാനലാണ്. അദ്ദേഹത്തിന്റെ പേര് പോൾ വില്യംസ് എന്നാണ്. യൂട്യൂബിൽ അടിച്ചു നോക്കുക. നമ്മളെന്ത് വേണം? ഉണ്ണാക്കന്മാരെ സെർച്ച് ചെയ്യാൻ പറഞ്ഞല്ലോ. അതിനിപ്പോ അതെ, നമ്മളെന്ത് വേണം? പോൾ വില്യംസോ പോൾ ഹാർബർ ആര് വേണേലും വരട്ടെ, അതിന് നമ്മളെന്ത് വേണം? പ്ലേറ്റ് മാറ്റല് തന്റെ അടവാ. ഇതിലെന്താണ് പ്ലേറ്റ് മാറ്റല്? ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഇസ്ലാം ശരിയാവോ? അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണില്ലേ? അപ്പോഴോ ഇസ്ലാമിലേക്ക് കയറി വരുന്ന ആളുകൾ എത്ര പേരുണ്ട്? അതിൽ 7 വർഷം കഴിയുമ്പോൾ 4-ൽ ഒരാൾ വെച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നുള്ള കണക്ക് നിങ്ങൾക്ക് അറിയോ? ഇസ്ലാം ഈ മിഡിൽ ഈസ്റ്റിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. ഇറാനിൽ 99% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന ഇറാനിൽ ഇന്ന് 50%-50%-ലധികം എക്സ് മുസ്ലിങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? സൗദി അറേബ്യയിൽ മതം ഉപേക്ഷിച്ച ആളുകളുടെ കണക്ക് എന്ന് പറയുന്നത് more than 20% ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. സൗദി അറേബ്യയിൽ ഖുർആൻ ഇന്ന് ഓടയിൽ നിന്നാണ് കിട്ടുന്നത്, ചവറ്റുകൊട്ടയിൽ നിന്നാണ് കിട്ടുന്നത്. ആ മാതിരിയാണ് അവിടുത്തെ ഇസ്ലാമിന്റെ പൊളി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. നിങ്ങൾ എവിടെയോ കുറച്ച് ഈ കാക്കമാര് പെറ്റുകൂട്ടുന്നതിന്റെ കണക്ക് വെച്ചിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം? മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അത് വേണം. അതിവനില്ല. ഈ കേരളത്തിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടെന്ന് ആരിഫിന് അറിയോ?
ഒരു ഇല്ല. കാൽക്കുലേഷൻ വെറുതെ ഒരു ഇല്ല, പറഞ്ഞു. എനിക്കറിയില്ല, വെറുതെ ഒരു കാൽക്കുലേഷൻ പറയൂ ആരിഫ്. ഒരു 1.5 എന്തിനാണ് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് പറഞ്ഞോ, കൊട്ടക്കണക്കിന്. ശരി, ഒരു 1.5 കോടി മുസ്ലിങ്ങൾ ഉണ്ടെന്ന് തന്നെ വെക്കി. അതിൽ എത്ര പേര് 5 നേരം പള്ളി പോയി നിസ്കരിക്കുന്നവരുണ്ട്? ഒരു 10 ലക്ഷം. എന്റെ ഒരു കണക്ക് പ്രകാരം ഒരു 1 ലക്ഷം പോലും തികച്ചുണ്ടാവില്ല, അതിനും കുറവായിരിക്കും പള്ളി പോയി കൃത്യസമയങ്ങളിൽ പള്ളി പോയി നിസ്കരിക്കുന്നവര്. അവരെ താൻ പറഞ്ഞില്ലേ ഇറാനിലെന്തോ എത്രയോ പേര് മാറിപ്പോണ ഒരു മുസ്ലിം നാമധാരികളാവും, അവര് മാറിപ്പോട്ടെ. അതിന് ഞങ്ങൾക്ക് അപ്പൊ പിന്നെ ഒരു പോൾ ഹാർബർ ഇസ്ലാമിലേക്ക് വന്നതിന് വലിയ എഴുന്നള്ളിക്കണം എന്തിനാണ് നമ്മൾ ചോദിക്കണത്? അത് മനസ്സിലായില്ലേ മദ്രസ പൊട്ടന്? സോറി, മദ്രസ പോവാത്ത പൊട്ടന്. അപ്പൊ മദ്രസ പോവാത്ത പൊട്ടന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് നോണ തെളിയിച്ചിട്ട് വീഡിയോ വരുമ്പോ ഒന്ന് അറിയിച്ചാൽ മതി. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. അല്ല, താൻ പറഞ്ഞല്ലോ പോൾ വില്യംസിനെ താൻ നെഗറ്റീവായി ചിത്രീകരിക്കുമ്പോ എനിക്ക് പോൾ വില്യംസ് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് പറയും. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? ഇപ്പോ ലക്ഷക്കണക്കിന് പേര് ഉള്ളിലേക്ക് വരുന്നില്ല എന്നാണോ താൻ പറയുന്നത്? അതിനാരായി അത് ഉണ്ടെന്നോ ഇല്ലാന്നോ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു കാര്യം എടുക്കുമോ തള്ളുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇസ്ലാം തള്ളപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? മുഹമ്മദ് നബി ഒരു കാട്ടുകള്ളനും ഒരു അറേബ്യൻ കൊള്ളക്കാരനും ആയതിന്റെ പേരിലാണ്. ഈ അള്ളാഹു എന്ന് പറയുന്നത് ഭാര്യയെ തല്ലാനും അടിമ വെക്കാനും പറയുന്ന ഒരു പേട്ട് ദൈവം ആയതിന്റെ പേരിലാണ്. അതല്ലാതെ മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലല്ല. അതിനിപ്പോ ഒരു പോൾ ഹാർബർ ഇങ്ങോട്ട് വന്നു എന്നുള്ള കണക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താ ഇപ്പൊ എടുക്കേണ്ടത് നമ്മള്? എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. അപ്പൊ താൻ പറഞ്ഞു വിട്ടൊരു കാര്യമുണ്ട്, മുഹമ്മദ് നബി വ്യഭിചാരി കൂടിയാണ് അല്ലേ? വ്യഭിചാരിയും കൂടിയാണ്, അടിമയെ പൂശിയിട്ടുണ്ട്. അതും ഭാര്യയെ പറ്റിച്ച് പുറത്തേക്ക് വിട്ടിട്ട് സ്വന്തം ഭാര്യയുടെ കട്ടലിൽ ഇട്ടിട്ട് അടിമയെ പൂശിയിട്ടുണ്ട്. എന്ത് വേണം? ഇനി രക്ഷയില്ല. ബിരിയാണി പോലും ദഹിച്ചു പോയി. ഒരു 1000 എണ്ണെങ്കിലും ഉണ്ടാവും. 1000 ഒന്നുമില്ല, അത്രയ്ക്ക് നീചനല്ല. ഇയാൾ 16ാമത്തെ വയസ്സിൽ എഴുത്തും വായന പഠിക്കാൻ തുടങ്ങിയതാണോ അതോ മതപഠനം 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണോ? എന്താ മനസ്സിലായില്ല. ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. സോറി, ഒരെണ്ണം ഞാൻ പറയാൻ വിട്ടേ. 6ാം വയസ്സിൽ കെട്ടി 9ാം വയസ്സിൽ പൂശിയുണ്ട്. ഒരു കുട്ടികളെ പൂശുന്ന ചങ്ങാതിയും കൂടിയാണ്. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. ചെറിയൊരു സംശയം കൂടി ഒന്ന് ഞാൻ ചോദിച്ചോക്കട്ടെ. കൃഷ്ണൻ 8 ഭാര്യമാരുണ്ട് കൃഷ്ണന്. അവരുടെ കൃഷ്ണൻ മാനവരിൽ മഹോന്നതനാണോ? ഭാര്യ എന്നാണ് അവരുടെ പേര്. കൃഷ്ണൻ അപ്പിയിട്ട പോലെ അപ്പിയിടാൻ ഹിന്ദുക്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ ആരും പറഞ്ഞില്ല. കൃഷ്ണൻ അപ്പിയിട്ട പോലെ ഇരുന്ന് അപ്പിയിടാൻ ഹിന്ദുക്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? എന്നാൽ മുഹമ്മദ് നബി ഇരുന്ന് അപ്പിയിട്ട പോലെ അപ്പിയിടുന്നതാണ് മുസ്ലിങ്ങളോട് പറയുന്നത്. വെറുതെ എന്തിനാ കൃഷ്ണന്റെ ഭാര്യയിലേക്ക് ഈ മുഹമ്മദിനെ കൊണ്ടുവരുന്നത്? എന്തിനാ പൊന്ന് എന്റെ മദ്രസയിൽ പോവാത്ത പൊട്ട ഈ പണിക്ക് നിൽക്കുന്നത്? വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. കാര്യമില്ല. കാരണം എന്താ? കൃഷ്ണൻ മാനവരിൽ മഹോന്നതനാണെന്ന് ഈ ഹിന്ദുക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? ഓക്കെ, ഹിന്ദുക്കളെ പഠിപ്പിക്കുന്നുണ്ട്. എവിടെ പഠിപ്പിക്കുന്നുണ്ട്? കൃഷ്ണൻ അപ്പിയിട്ട പോലെ ഇരുന്ന് അപ്പിയിടണമെന്ന് ഏത് ഹിന്ദു ഇവിടെ പറയുന്നത്? എവിടെ, ഏത് കിതാബിലാ പറയുന്നത്? ഒന്ന് പറഞ്ഞു. നമ്മൾ ഈ നാണം കേട്ടല്ലോ. അയച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലായി. മുഹമ്മദ് നബി പൂശിയത് താൻ കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് നബി പൂശിയത് ഹദീസിലുണ്ടല്ലോ. തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ. മാണി ഇങ്ങോട്ടെന്നും പണയണ്ട. ഏതായാലും ഞാൻ ഇത്ര നാളും മദ്രസയിൽ പോയ പൊട്ടന്മാരെ കണ്ടിട്ടുള്ളൂ, മദ്രസയിൽ പോകാത്ത പൊട്ടനെ എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഒരു കാര്യം ചോദിച്ചോക്കട്ടെ, ആ ഇരിക്കുന്ന വ്യക്തി ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളല്ലേ? ആണോ അല്ലേ? ഏത് വ്യക്തി? ആരിഫ്. ഇവിടെ ഇരിക്കുന്ന എല്ലാരും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളാ. അങ്ങനെയെങ്കിൽ 3 മതത്തിലെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടണ്ടേ? സൗകര്യമില്ല. തൽക്കാലം പേപ്പട്ടി മതത്തിന്റെ പ്രശ്നം, തൽക്കാലം പേപ്പട്ടി മതം, അത് കഴിഞ്ഞിട്ട് ബാക്കി മതം. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. അതൊക്കെ അറിയാച്ചാ. ചുമ്മാ ഒരു രസത്തിന് 2 അടിച്ച 1 ഫ്രീ. ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട. പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ചു തീർക്കും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.